welcome to a fun-filled episode of Comedy Masala. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെയാണ് നമ്മൾ ഈ ഷോയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത്. യു ആർ വെൽക്കം. ആൻഡ് നമ്മുടെ കോമഡി മസാലയിലെ താരങ്ങൾ, നമ്മുടെ ടീം മെമ്പേഴ്സ്, അവരെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബിനു അടിമാലി ആൻഡ് നെൽസൺ. യെസ്, അങ്ങനെ അവർ രണ്ടുപേരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ തുടങ്ങല്ലേ? തുടങ്ങാം. ഓക്കെ. അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നത് രസകരമായ ഒരു സ്കിറ്റുമായി ടീം കിങ് ജോക്കേഴ്സ്. ആ വീട്ടിലിരിക്കുന്ന താടയെക്കാട്ടിൽ എത്രയോ ഭേദമതി. നിനക്കറിയാമോ എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നറിയാമോ? ഒരു നോക്ക് കാണാനാണ് രാവിലെ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഐ ലവ് യു, ഐ ലവ് യു, ഐ കിസ് യു. വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട് സാറേ. ഞാൻ വില്ലേജ് ഓഫീസിൽ വന്നതാ. ആണല്ലേ? അതെ. പക്ഷെ ഇത്ര ആള് കൂടിയിരിക്കുന്നത് എന്താ? ഓരോ കാര്യങ്ങൾക്കായിട്ട് വില്ലേജ് ഓഫീസറിലെ ആള് ഓരോ എന്തെങ്കിലും സാധിച്ചു കൊടുക്കും. തൊഴിലുറപ്പ് പെണ്ണുങ്ങളുടെ പൈസ എവിടെയാണ് കൊടുക്കുന്നത്? തൊഴിലുറപ്പ് പെണ്ണുങ്ങളുടെ പൈസ എവിടെയാണ് കൊടുക്കുന്നത്? മൂത്ത പെങ്ങള് അവിടെ അനിയത്തോടെ പൈസ മേടിക്കാൻ വന്നായിരുന്നു. കണ്ടില്ലല്ലോ, അവര് വന്നിട്ട് പോയിന്ന് തോന്നുന്നു. അമ്മിണിയേ, അമ്മിണിയേ, നീ ചിലപ്പോ കരവടയ്ക്കാൻ പോകായിരിക്കും. ചിലപ്പോ കരവടയ്ക്കാൻ പോയതായിരിക്കും. അടച്ചെങ്കിലേ ചിലപ്പോ അങ്ങനെ ഓരോന്നോരോന്ന് പറയൂല്ലോ. ഓരോന്നിന് സാർക്ക് എന്താ ഇവിടെ പരിപാടി? അല്ല, ഞങ്ങൾ തൊഴിലുറപ്പിന്റെ വൈഫിനെ പറഞ്ഞു വിട്ടിട്ട് അതിന്റെ പൈസ മേടിക്കാൻ വന്നിരിക്കുക. വന്നിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടുപേര്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ രണ്ടുപേര്. ആണോ? എപ്പോഴും പറയും. താടി വെച്ച വല്യമ്മ എന്താ ഇവിടെ വന്നപ്പോ? ഞാൻ പറഞ്ഞില്ലേ, മൂത്ത ചേച്ചിയും രണ്ടാമത്തെ പെങ്ങളും ഇവിടെ ഇതിന്റെ പൈസ മേടിക്കാൻ വന്നു. അപ്പൊ എനിക്കൊന്ന് കരവടച്ചിട്ട് ചിലപ്പോ ഇനി പഞ്ചായത്തിൽ കയറിട്ട് ചിലപ്പോ വരുള്ളൂ. അതാണ് വിളിക്കണം ഉണ്ടാക്കുന്നത്. നമസ്കാരം. പിന്നെ വില്ലേജ് ഓഫീസറെ കാണാൻ വന്നതാ. ഒരു ചെറിയ 2-3 പരാതികളുണ്ട്. ചെറുതായിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്ത് തരാമെങ്കിലേ. ഞാൻ പറഞ്ഞു തരണോ? പറയില്ല, ഒന്ന് സഹായം. എന്തെങ്കിലും പറ്റിപ്പോയി ആ തട്ടുകേട് കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് സഹായിക്കാം. അന്നേരം എന്നെ വിളിച്ചാൽ മതി. ഓക്കെ അല്ലേ? സന്തോഷം. പിന്നെ തട്ടുകേട് കിട്ടുമ്പോ വിളിച്ചാൽ മതി. ഡിങ്കം മന്നാരി വന്നത് കാര്യം നടത്തി തരും എന്ന് വെച്ച് നമ്മളെ തട്ടിക്കളാൻ വേണ്ടി അല്ല. അല്ലല്ല, തട്ടുകേട് വരുവാണെങ്കിൽ വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ മാത്രം. അങ്ങനെ ആവരുത്. വില്ലേജ് വരുന്നവർക്ക് വലിയ ശല്യമാണല്ലോ ഇയാള്. ആരാ സംസാരിച്ചു, കുഴപ്പമില്ല. ആരാണ്? നമസ്കാരം സാർ. നമസ്കാരം. ഇരുന്നാട്ടെ. അല്ല സാർ, ഞാൻ ഇവിടെ നിന്നോളാം. എന്നാട്ടെ. അല്ല, ഇരുന്നോളാം. പാന
അയ്യോ എന്തുവാടു? എന്റെ സാറേ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് ആ ഇവിടെ വന്നപ്പോൾ സാറിന്റെ കൈക്ക് ഇങ്ങനെ സംഭവം ഇല്ലായിരുന്നല്ലോ. ഇത് ഇന്നലെ ഇതെന്ത് സംഭവിച്ചാ? ഒന്നും പറയണ്ടോ ആ ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് ഇച്ചിരി നേരത്തെ വീട്ടിലോട്ടൊന്ന് പോയി. ആ പോയ വഴിക്ക് നമ്മുടെ കളക്ടറേറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പോയത്. ഓ ഓ ഓ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ അവിടെ വിദ്യാർത്ഥി സമരം, പ്രകമ്പന സമരം. ഏ. ഞാനൊന്നും നോക്കിയില്ല, നേരെ നടന്ന സമരക്കാരുടെ ഇടയിലോട്ട് അങ്ങോട്ട് കയറി കൊടുത്തു. ഒരു പയ്യൻ ഇരുമ്പ് പൈപ്പ് എടുത്തിട്ട് കൈ കിട്ടുന്ന ഒറ്റയ്ക്ക്. എന്റെ പൊണ്ണ് സാറേ, സാറ് വില്ലേജ് ഓഫീസർ അല്ലേ? അതെ. അവിടെ അത്രയും പോലീസായിരുന്നു ഇപ്പില്ലേ? ആ. സാർ ഓടിച്ചെന്നാ പോലീസോട് പറഞ്ഞ് ആ പ്രതിയെ പിടിക്കാൻ പറ്റില്ലായിരുന്നോ? കാര്യമില്ലടൂ. സാറേ CC ക്യാമറയിൽ പ്രതികളുടെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട്. സാറിന് ജസ്റ്റ് പറഞ്ഞാലോ ആ പ്രതിയെ പിടിക്കാൻ പറ്റില്ലേ? ആളിനെയൊക്കെ എനിക്ക് മനസ്സിലായിടൂ. ആളിനെ മനസ്സിലായി. പിന്നെ ആളിനെ എനിക്ക് മനസ്സിലായി. പ്രതി ആരാ? എന്റെ മോൻ തന്നെ അടോ കൈ തല്ലി പിടിച്ചു. എന്റെ പൊണ്ണ് സാറേ, സാറിന്റെ മകൻ എന്തിനാ സാറിന്റെ കൈ തല്ലി ഓടിക്കുന്നത്? അറിഞ്ഞില്ലായിരുന്നോ? ഇല്ലേ? ഇവിടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ആ റിട്ടയർഡ് ആകുന്നതിന് മുമ്പായിട്ട് ആ. അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുകയോ അവർ അപകടപ്പെട്ട് മരണപ്പെടുകയോ അബോധാവസ്ഥയിൽ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ 15 ദിവസത്തിനകത്ത് അവരുടെ മക്കൾക്ക് സർക്കാർ പുതിയ ജോലി കൊടുക്കാതെ ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുള്ളൂ. സാറേ ഈ വാർത്ത ഇന്നലെ ഞാൻ പേപ്പർ വായിച്ചതാ. ഞാൻ വായിച്ചില്ലായിരുന്നുള്ളൂ അത്. അതെ, ആ. അത് അദ്ദേഹത്തിന്റെ മകനാ വായിച്ചത്. അതുകൊണ്ടാ അതാണ്ട് ഇരിക്കുന്ന കണ്ടോ. കഷ്ടം. ഭയങ്കര കൃത്യമായിട്ട് ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണെന്ന് തോന്നില്ലേ? അതോ ഫുൾ ടൈം ജോലിക്കാരനാണോ? അവനോ? ആ അതെ. കാണുമ്പോൾ സാറ് നോക്കി ഇത് കണ്ടില്ല, ഭയങ്കര ജോലിയാണ്. ഇത് ഈ കാണുന്ന ജോലിയാണ്. ഏ ഇവിടെ ഇവിടുത്തെ പാർട്ട് ടൈം ജോലിക്കാരനാ ഇതെയോ? ഇത്. ആ പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞാൽ ഉച്ച വരെ ഉള്ള ജോലി. ആ ഉച്ച കഴിഞ്ഞ് എന്തോ അവന്റെ പണിയെന്ന് അറിയാവോ? എന്താണ്? ലോട്ടറി കച്ചവടം. അതിന് നീ ലടിച്ചോണ്ടിരിക്കുക ഇവിടെ ഇരുന്ന്. ഇത് തടി വല്ലതും നടന്നോ? അടി നടന്നത് ഏ. സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ ഒരു വലിയ അടി ഉണ്ടായിരുന്നു. ഏ. ദേ ഉദാഹരണം നിൽക്കുന്നു. മറ്റേ പേപ്പർ എടുത്ത് വെക്കണം. 3-4 മാസം മുമ്പ് വന്നല്ലേ? ആഹാ. ആ അതിന്റെ പേപ്പർ എന്താ വെച്ചാൽ നേരത്തെ എടുത്ത് വെച്ചേക്കണം. ഇയാളൊരു പേപ്പർ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് ഇതിനകത്ത് ഈ ഫയലിനകത്ത് കൊണ്ടുവിടുന്നത്. ഏത് പേപ്പറാ സാറേ? മറ്റേ ഈ പൈപ്പ് ലൈനിന്റെ കണക്ഷൻ്റെ അത് ആ ഫയലിനകത്ത് കാണുന്നില്ല. എത്രയും പെടുത്ത് എടുത്ത് തരണം സാറേ. പൈപ്പ് ലൈനിന്റെ പേപ്പർ ഇയാൾ അപേക്ഷ തന്നിരുന്നുള്ള നേരാ. ഒരു കടലാസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്, ഒരു 35,000 രൂപ വാങ്ങിച്ചത്. അതെ, ആ. പൈപ്പ് ലൈനിന്റെ പേപ്പറൊക്കെ അവിടെ നിൽക്കട്ടെ. ആ. ഒരു 35,000 രൂപ എടുത്തായിരുന്നോ? എന്തോ? 35,000 രൂപ എടുത്തായിരുന്നോ? ഞാനോ? ആ സത്യസന്ധയോടെ പറയണം. ഞാൻ എടുത്തിട്ടില്ല. അല്ല ഞാൻ പറയുന്നു കേക്ക്. ഞാനടുത്ത് വരവ് ഈ വില്ലേജ് ഓഫീസർ ഞാൻ 35,000 രൂപ ഇവിടുന്ന് എടുത്തെന്ന്. ചേച്ചി നടന്നു. കള്ളന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ, വർക്കില്ല. സത്യം ഞാൻ എടുത്തില്ല. എന്റെ പൊന്ന് സാറേ, അത്ര ഉള്ള പ്രാപ്തി ഒന്നും വായിക്കോളാനില്ല. ഞാൻ എടുത്തിട്ടില്ല. അത്രക്കാരനല്ല സാർ. കാണുന്ന പോലല്ല എന്റെ പൊന്ന് സാറേ, ഞാൻ അതല്ല. അതല്ല, പശുവിനെ മേടിക്കാൻ ലോൺ 35,000 രൂപ എടുത്തോണ്ട് പോയായിരുന്നു. അത് ലോൺ എടുത്തതാ. എന്നിട്ട് ആ പശുവിനെ മേടിച്ചോ? പശുവിനെ മേടിച്ചില്ല. ഇതെന്തോ ഇത്? പശുവിനെ മേടിക്കാണ്ട് പൈസ മേടിച്ച് ഞാൻ വീട്ടിൽ ചെന്നു. ആ. ഞാൻ പെണ്ണുമ്പള പറഞ്ഞു, എടി 30,000 രൂപ ഉണ്ട്, നമുക്കൊരു പശുവിനെ മേടിക്കാമെന്ന് പെണ്ണുമ്പള പറഞ്ഞു. ഞാൻ പെണ്ണുമ്പള പറഞ്ഞു. അപ്പോൾ പെണ്ണുമ്പള കണ്ട് പറയാം, പശുവിനെ ഇവിടെ വളർത്താൻ പറ്റത്തേക്കും ആ പശു ഇവിടെ അപ്പിയിടും, അവിടെ പുല്ല് വാരി വിടും, കറ്റി വാരിയിടും, അവിടെ വൃത്തിയിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നമ്മൾ ലോൺ എടുത്തുള്ള പൈസ പിന്നെ പുട്ടടിച്ച് തിന്നാൻ പറ്റുമോ? പശുവിനെ മേടിച്ചാൽ പറ്റുമോ? സാറേ ഇവള് ഞാനില്ലാത്ത സമയം നോക്കി ഈ 35,000 രൂപയും കൊണ്ട് ആ മുട്ട മൊബൈൽ കിടച്ചെന്ന് ഇത്ര നീളൊരു മൊബൈൽ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇയാളൊന്നും പറഞ്ഞില്ലയോടോ ആ മൂദേവിയെ? എന്റെ സാറേ ഞാൻ ചെന്ന് ചോദിച്ചു, എടി വൃത്തികെട്ടവളെ, ഉരുമ്പിട്ടവളെ, എന്തിനാണ് നീ ഫോൺ മേടിച്ച് വെച്ചത്? അപ്പൊ അവള് പറയാ, ചേട്ടാ നിങ്ങൾ ഈ 35,000 രൂപയുടെ ഈ പശുവിനെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ ഈ പശുവിന്റെ ഏത് വഴി വാട്സപ്പിൽ കയറും, ഏത് സൈഡിൽ ഫേസ്ബുക്കിൽ കയറും, പശുവിനെ കിടന്നാൽ ലൈക്ക് കിട്ടുമോ കമന്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയാ. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് പറയാം, താറാ എന്റെ അപേക്ഷ എടുത്തു വെക്കും, വേറെ കാര്യമൊന്നുമില്ല. അപേക്ഷ ഇപ്പൊ ഞാനത് സാർ എവിടെ വെച്ചത്? ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ വന്നേ, ഒരു വെള്ള പേപ്പർ ഇവിടുന്ന് മേടിച്ചോണ്ട് പോവാ. ആ. ഒരു പുതിയ അപേക്ഷ എഴുതി കൊടുക്ക്. ആ സാർ. കുഴപ്പമില്ലല്ലോ. അല്ല. ഒരു പുതിയ അപേക്ഷ എഴുതി കൊടുക്ക്. ആ. എന്നിട്ട് അതിന്റെ കൂടെ തിരിച്ചറിയൽ കാർഡ്, തിരിച്ചക്കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, റേഷൻ കാർഡ്, ജാതി കളിക്കുന്ന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ഇതിന്റെ എല്ലാം കൂടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്തോണ്ട് മണ്ടയവാ. ഓക്കെ സാർ. അതെ, ഒരു മിനിറ്റ് വന്നോ. ആ സാർ. ഇതിന്റെയൊക്കെ കോപ്പി എടുക്കാൻ പറഞ്ഞല്ലോ. പിന്നെ
സാറിനൊരു 2 കോപ്പി സാറിന് വേണം. അതല്ല 2 സാറിന് പോവാം. ഇയാൾക്ക് 2 കൂടെ പോയിട്ട് വാ. പിന്നെ 2 2000 രൂപ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ മനസ്സിലായോ? ആ. പോ, പോ, പോ. നമസ്കാരം ആ, സർ. ആ, ആ, നമസ്കാരം സർ. ആ, ഇരിക്ക്, ഇരിക്ക്. സർ, ഇരുന്നോ, കുഴപ്പമില്ല. സർ, ആ. എന്റെ ഭർത്താവ് മരിച്ചു. അയ്യോ സോറി മോനെ, ഞാൻ കല്യാണം കഴിച്ചു പോയി. 2 പിള്ളേരും. ആ താടകയുടെ മുന്നിൽ നിന്ന് എങ്ങനെയൊക്കെയാ രക്ഷപ്പെടുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതല്ല സാറേ, പിന്നെ? വിധവാ പെൻഷനുള്ള അപേക്ഷ തരാൻ വന്നതാ. ഓ, വിധവാ പെൻഷനുള്ള അപേക്ഷ. എന്റെ പൊന്നു കൊച്ചി, അത് ഇവിടെ അല്ല തരേണ്ടത്. അത് ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് കൊടുക്കും. സാർ ഇത് ഏത് ടേബിളിൽ കൊടുക്കണമെന്നൊന്ന് പറയോ? ഓ, ഏത് ടേബിളിൽ? ആ. ആ, ഇവിടെ വർക്ക് ഉണ്ട്, ദാണ്ട് ആ ടേബിളിലോട്ട് കൊണ്ടു കൊടുപ്പോ. ഓ ഓ, സർ, നമസ്കാരം സർ. നമസ്കാരം. സാറേ, എന്താ രാവിലെ സാർ എന്റെ വിധവാ പെൻഷനുള്ള അപേക്ഷയാ. വിധവാ പെൻഷന്റെ അപേക്ഷയാണ്. ആ. ഇങ്ങോട്ട് നോക്കട്ടെ. കണ്ണാടി എന്ത് വെള്ളെടുത്തായോണ്ടേ അതും വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ടൊന്ന് വലിയ പാടാ വായിക്കാൻ. ഓ, ആ പേര് അമ്പിളി. ഭർത്താവിന്റെ പേര് അമ്പിളി. എന്താ ഇയാളെ തന്നെ കല്യാണം കഴിക്കുമായിരുന്നു? അല്ല, എന്റെ ഭർത്താവിന്റെ പേര് അമ്പിളിക്കുട്ടൻ എന്നാ. ആഹാ. വീട്ടുപേര് പനമ്പള്ളി നഗർ, മുത്തടുത്ത് ഹൗസ്, തിരുവനന്തപുരം, പിന്നെ 68001. എന്നാ പിന്നെ ഇയാളെ ഞങ്ങൾ വായിച്ചു. അയ്യോ സാർ എന്നോട് പേര് ചോദിച്ചില്ലേ, അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പയ്യെ തപ്പി പിടിച്ചൊന്ന് വായിച്ചു വരുമല്ലായിരുന്നു. അല്ല സാർ അധികം തപ്പണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്. ഓയേ എന്താ സാറേ? നീ വന്നടാ പോയി. ഓ, നീ വന്നേ. ആ. ഇത് മൊത്തം പ്രശ്നമാണോ ഇത്? എന്ത് പ്രശ്നം? ഇവിടെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞ്. ആ, എന്നിട്ട് അവൾ ഇപ്പോഴാണോ അപേക്ഷ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത് വിധവാ പെൻഷനുള്ള? 10 വർഷം കഴിഞ്ഞ്. ആ. ഇത് ശരിയാവത്തില്ല എന്റെ കൊച്ചെ, ഇത് ശരിയാവത്തില്ല. ഈ തോന്നുമ്പോ ഇങ്ങോട്ട് ഓടി വന്ന കാര്യം സാധിക്കാനേ ഇത് ടോയ്ലറ്റ് ഒന്നും അല്ല കേട്ടോ. അയ്യോ സാർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? എന്ത്? ഇവിടെ ഇയാളുടെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞില്ലയോ? എന്നിട്ട് ഇയാൾ ഇപ്പോഴാണോ അപേക്ഷ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? അതിന് അയാളൊന്ന് ചത്ത് കിട്ടണ്ടേ? ഇയാളെന്ന് പറയാ എവിടെ ആയിരുന്നോ? ജയിലില്. എന്തോ അതിന്? ഈ ഭർത്താവിനെ തല്ലി കൊന്നിച്ച് ഞാൻ ജയിലിൽ പോയിക്കാം. എനിക്കൊന്നും അറിയണ്ട, നിങ്ങൾക്ക് ഇത് ശരിയാക്കി തരാൻ പറ്റോ ഇല്ലയോ? പറ്റുവേ. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ഉള്ളത്. ജയിലിൽ പോയ കുഞ്ഞല്ലിയോടാ ഇത്. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? ഈ എല്ലാ കുഴപ്പവും ഇപ്പൊ ഞാൻ പരിഹരിച്ചു തരാമെന്ന് സമാനപ്പെട്ട് നിൽക്കേ. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുണ്ട്. ഓക്കെ ഇനി ഒരു Thank you. പ്രശ്നമില്ല. പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. Okay, thank you, എങ്ങനെ sir. വന്നേ? വന്നേ. ഞാൻ ബസ്സിനാ വന്നത്. ആ അതെനിക്ക് മനസ്സിലായല്ലോ. സാർ, ഇവിടുന്ന് നക്കിയായി പോയി. ഓട്ടോറിക്ഷ പിടിച്ചു പോയിക്കോ. അയ്യോ കിട്ടുവാണെ ഫ്ലൈറ്റ് പിടിച്ചു അയ്യോ പോയി. വേണ്ടായിരുന്നു സാറേ. Okay, എന്നാ. നന്ദി സാർ. അയ്യോ നന്ദി ഒന്നും വേണ്ട, അതൊക്കെ ജയിലിൽ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തു. ആയിക്കോട്ടെ. സാറേ, എന്താടു? സാർ എന്ത് പണിയാ സാറെ കാണിച്ചു വെക്കുന്നത്? ആ. സാർ പറഞ്ഞ വാക്ക് ആദ്യം പാലിക്കണം. എന്താടു? ഏത് മനുഷ്യൻ സാർ ഞാൻ എത്ര ഇവിടെ സാറിനെ നോക്കി. സാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. ആണോ? സാർ എന്നോട് എന്തോ പറഞ്ഞേ? ഞാനെന്തോ പറഞ്ഞു? സാറൊന്നും പറഞ്ഞില്ലേ? ഇയാൾ പറഞ്ഞ വരാൻ പറഞ്ഞു. ഇതില് ചോദിക്കട്ടെ, ഈ സാറ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണോ? കേട്ടതല്ലേ? സാർ കേട്ടല്ലേ? എന്നോട് പറഞ്ഞ് എല്ലാ പേപ്പറിന്റെ ഫോട്ടോ സ്റ്റാറ്റുമായിട്ട് മണ്ടേ വരാൻ പറഞ്ഞാണോ? നിങ്ങൾ കേട്ടാണോ? പറഞ്ഞാണോ? ആണല്ലോ പറഞ്ഞാണോ? ഈ കരിമ്പയിരുത്ത് ഈ ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിൽ ആ മണ്ടയ്ക്ക് വന്ന് മണിക്കൂറായിട്ട് ഞാൻ നിൽക്കും. ആണോ? കേടോ, ആ മണ്ടയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഏത് മണ്ട? തിങ്കളാഴ്ച മണ്ടേ അന്ന് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അതെ സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ആക്ച്വലി ഈ തിങ്കളാഴ്ചക്ക് മൺഡേ എന്നാണോ പറയുന്നത്? പോണായിരുന്നു സാറേ, എത്രയും പെട്ടെന്ന് വരണം. മഴ വരുന്നു. കുഞ്ഞവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ നേരത്തെ പോകണ്ട. അതുകൊണ്ടാ. ആരൊറ്റയ്ക്കേ ഉള്ളു? കുഞ്ഞവിടെ ഒറ്റയ്ക്ക് ഉള്ളെന്ന്. ഇയാൾക്ക് മാത്രമേ ഉള്ളൂ കുഞ്ഞ്. ആ, എന്താ എനിക്ക് കുഞ്ഞില്ലയോ? ഉണ്ട്. ഇവന് കുഞ്ഞില്ലയോ? ഉണ്ട്. എന്റെ അളിയന് ഗോപിക്കുണ്ട് ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് അവന്റെ അല്ലെന്ന് ഇപ്പൊ അവൻ പറയുന്നത്. എങ്ങനെ? എന്റെ അളിയൻ ഗോപിക്ക് 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് അവന്റെ അല്ല, അതിന്റെ കിഴക്കെ താമസിക്കുന്ന ഒരു വായി നോക്കിയുണ്ടല്ലോ, അവന്റെ കുഞ്ഞ്. ആ ഗോപിയുടെ കുഞ്ഞെന്നപ്പോ ഗോപി പറയുന്നത്. സാർ അതിന് കാരണം എന്നാ സാർ? അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അത് ഇടാ അവന്റെ വീടിന് നേരെ കിഴക്കോസ്ഥലത്തും താമസമില്ലയോ ഒരു ഫ്രാഡ്. അവന്റെ കുഞ്ഞാണ് ആ ഗോപിയുടെ കുഞ്ഞ്. അവന്റെ കുഞ്ഞാന്നപ്പോ ഗോപി പറയുന്നത്. എന്താ സാറേ, അവൻ ഫ്രാഡാന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? അവന് മീശയില്ല. അവന് മീശ ഉണ്ടോ? ഇല്ല. ഈ കുഞ്ഞിന് മീശ ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞത് ഇത് ഗോപിയുടെ കുഞ്ഞല്ല, ആ കിഴക്കേ വീട്ടിൽ അവന്റെ കുഞ്ഞാന്നാ ഇപ്പൊ എന്റെ അളിയൻ പറയുന്നത്.
മണ്ടനായി പോയില്ല സാറേ. സാറേ 3 മാസം പ്രായം ആ കുഞ്ഞിന് മീശ ഉണ്ടാവുമോ? അല്ല ഉണ്ടാവും. ഇത് മോളോടുന്നു. എന്റെ പെങ്ങളെ കെട്ടിച്ചിട്ട് തകഴിയില്ല. ഞാൻ അവൾ ഒരു ദിവസം പെങ്ങളുടെ വീട്ടിൽ അവിടെ ചെന്ന് ആ തകഴിലെ പെങ്ങളുടെ വീട്ടിൽ നേരെ വടക്കേ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞ് ഏകദേശം 3 വയസ്സ് പ്രായമുള്ളൂ. പക്ഷെ അവന് വേണ്ടി ഇത്രയും മീശയും വേണ്ടി ഇത്രയും താടിയുണ്ട്. അവനവന് സിനിമ കളിച്ചിട്ടുണ്ടോ നാട്ടുകാർ പറയുന്നത്? ഇത്രയും മീശയും ഇത്രയും താടി ആ ഒരു കൊച്ചു കുഞ്ഞ് 3 മാസം. എന്റെ സാറേ 46 വയസ്സ്. അവന് അത്ഭുത ദീപ സിനിമയിൽ അഭിനയിച്ച ശശാങ്കനാണ്. മണ്ടനായി പോയത് സാറേ. എത്രയും പെട്ടെന്ന് സാറെല്ലാം കൊണ്ടിട്ടുണ്ടോ? സാറിനെ എല്ലാം കൊണ്ടുവന്നു. റേഷൻ കാർഡിന്റെ റേഷൻ കാർഡ് ഒറിജിനൽ ഇയാളെ കൈ വെച്ചു. ഒറിജിനൽ ഫോട്ടോ സ്റ്റാറ്റ് ആ ഫോട്ടോ സാറ്റ് ഇതിനകത്തുണ്ട്. തിരിച്ചുള്ള കാർഡിന്റെ തിരിച്ച കാർഡ് ഒറിജിനൽ കൈ വെച്ചു. ആ എന്റെ ഫോട്ടോ സ്റ്റാറ്റ് മാത്രം ഇട്. ആ എടുത്ത് ജാതി തെളിവ് സർട്ടിഫിക്കറ്റ് ജാതി ഉണ്ട് ഒറിജിനൽ ഒറിജിനൽ ഉണ്ടോ? അത് ഇയാളെ കൈ വെച്ചു. ആ എന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി കിട്ടുക. ഫോട്ടോ സാറ്റ് വെച്ചിട്ടുണ്ട്. ആ ഇത്രയും സാധനം മതിയല്ലോ. മതി. ഇങ്ങനെ നോക്കട്ടെ. അല്ല എല്ലാം ഉണ്ട് സാർ. ഫോട്ടോ എല്ലാം ഉണ്ടല്ലോ. എല്ലാം 1 2 3 വരുവാ. ആ ആ സാർ ഉണ്ട് എല്ലാം. ഒറിജിനൽ എല്ലാം എടുത്ത് മാറ്റിയോ? എല്ലാം ഫോട്ടോ സ്റ്റാറ്റ് ഉണ്ടല്ലോ. ആ ആ എന്നാ ശരി, എന്നാ പോയിക്കോ. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാ പൈപ്പിലെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാം. ഓക്കെ ശരി. വളരെ സാറിന് ദൈവം നമ്പരുണ്ട്. നീ വന്നേ, നീ വന്നെങ്കിൽ 2000 രൂപയുടെ കേസ് പറഞ്ഞില്ലായിരുന്നു? ആ 2000 രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്? ആ ഉണ്ട്. ആ എടുത്ത്. അല്ല ഞാൻ തിരക്കിനിടയിൽ ആ അത് മറക്കാതിരിക്കല്ലോ. ഞാൻ ഇയാളെ വിചാരിക്കുവേ ഇത് എനിക്ക് മാത്രം വിധിക്കാനുള്ളതല്ല. ഈ വില്ലേജ് ഓഫീസിലെ തൂപ്പുകാരി മുതൽ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ഇവന് കൊടുക്കണം, തൂപ്പുകാരിക്ക് കൊടുക്കണം, എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കേണ്ടതായത് കേട്ടോ. ഇതെന്താണ് 2000 രൂപയുടെ ഫോട്ടോ സ്റ്റാറ്റ്? അല്ല സാറിന് ഫോട്ടോ സ്റ്റാറ്റ് പോരെ? അപ്പൊ ഒറിജിനലോ? ഒറിജിനൽ എന്റെ കയ്യിലുണ്ടെന്ന്. അങ്ങനെ നമ്മള് ഇവരൊരു വില്ലേജ് ഓഫീസിലെ കാഴ്ചകളാണ് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഈ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? വളരെ നന്നായിരുന്നു. ആണോ? ക്ലൈമാക്സ് നന്നായിരുന്നു. ആ ലോട്ടറി പഞ്ച് ചെയ്യുന്നത്, ആ ലോട്ടറി പഞ്ച് ചെയ്യണ അത് സീൻ ഇഷ്ടപ്പെട്ടു. ഒരു വില്ലേജ് ഓഫീസിന്റെ പ്രതീതി ഇവിടെ ഉണ്ടായി. ആ വില്ലേജ് അവിടെ ഓഫീസിൽ നടക്കുന്ന പോകാറുണ്ടോ? കാര്യങ്ങളാണ് ഏകദേശമൊക്കെ 90% ഇത് ശരിയാണ്. ആ അതുകൊണ്ട് ഇത് ഏറ്റവും നല്ല ഒരു കോമഡി ആണെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു. ഓ താങ്ക് യു ചേച്ചി. അപ്പം നമ്മുടെ അനുഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പല കലാരൂപങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പം തീർച്ചയായിട്ടും അത് 100% അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞത്. വിനിച്ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇപ്പം ഉണ്ടോ എന്നറിയില്ല. ഈ കുറച്ച് കാലങ്ങൾക്കൊക്കെ മുമ്പ് ഗവൺമെൻറ് ഓഫീസുകളിൽ എവിടെ ചെന്നാലും ഇത് തന്നെയായിരിക്കും. കൈക്കൂലി ഇല്ലാത്തൊരു പരിപാടി, കൈക്കൂലില്ലാത്തൊരു പരിപാടി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റേഷൻ കാർഡിൻ്റെ കോപ്പി എടുത്തുകൊണ്ടോ അടുത്ത ആഴ്ച വാ. ഈ റേഷൻ കാർഡിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് വരുമ്പോഴാണ് പറയണേ അപ്പോൾ തിരിച്ചറിയക്കാരൻ്റെ എടുത്തുകൊണ്ടൊന്നും വന്നിട്ടില്ലേ. എന്നാൽ അത് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയക്കാരൻ്റെ കൂടെ കൂടി എടുത്തുകൊണ്ട് വരും. അതെടുത്തോണ്ട് അതിൻ്റെ എടുത്തുകൊണ്ട് അടുത്ത ആഴ്ച വരുമ്പോഴായിരിക്കും മറ്റേ ആധാർ കാർഡ് കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കണം. അങ്ങനെ ഈ ആളുകളെ ഇട്ട് ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം അങ്ങനെ ഓരോ ദിവസം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇതെല്ലാം എത്തിച്ച് കഴിയുമ്പോൾ പറയും ഈ കൊണ്ടുവന്ന ആൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും. അതെ എക്സാക്ട്ലി. പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതെ അതെ ആ എക്സാക്ട്ലി. ഈ ചോദ്യം ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പോയ സമയത്ത് ഞാൻ ഫേസ് ചെയ്തതാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. അന്നേരം പറയാ ഇപ്പം മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ എന്തോ അറ്റസ്റ്റഡ് എന്തോ വേർഷൻ എന്തോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇത് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ നേരത്തെ കോപ്പി ഉണ്ട്. അന്നേരം പറയാം, അല്ല ഇതിനിടയ്ക്ക് നിങ്ങൾ ഡിവോഴ്സ് ആയോന്ന് ഞങ്ങൾ എങ്ങനെ ഉറപ്പാവുന്നു? ഞങ്ങൾ ഒരുമിച്ചത് ചെയ്യും. ഞാൻ പറയുന്നത് ഇതെന്റെ ഭർത്താവാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചാളായിട്ട് വെളിയിലായിരുന്നുകൊണ്ട് ഇതിനിടയ്ക്ക് നിങ്ങൾ ഈ ആള് തന്നെയാണെന്ന് ഞങ്ങൾക്ക് എന്നാ ഉറപ്പ്? അതൊക്കെയാണ് ചോദ്യം. ആളാണെന്ന് എങ്ങനെയാണ് ഇയാൾ ജീവിച്ചിരിക്കുന്ന തെളിവ് എന്ത് വന്ന് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ഇങ്ങനെ നിൽക്കുന്ന ആളെ. എന്തായാലും ഈ സ്കിറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒന്ന് കാണാനും ഒരു കണ്ണ് തുറക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന് നമുക്ക് സന്തോഷിക്കാം. അതെ, നമുക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ കൊണ്ടുവരേണ്ട ഒരു സിസ്റ്റം ഉണ്ട്. വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഇത്രയും പ്രായമുള്ള ആളുകളും കുട്ടികളെയും കൊണ്ടുവരുന്ന അമ്മമാരും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വന്നിങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഇതുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരുപാടിടത്ത് അത് പ്രാവർത്തികമാക്കി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഈ ഒരു ടോക്കൺ സിസ്റ്റം, ടോക്കൺ എടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഈ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, നമ്പർ വിളിക്കുന്ന സമയത്തേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഒരുപാടിടത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമായവരെ അസിസ്റ്റ് ചെയ്യാനൊരു സംവിധാനം, പ്രായമായവർക്ക് ഒരു മുൻഗണന കൊടുക്കുന്ന ഒരു സംവിധാനം ചിലയിടത്ത് ഇല്ല എന്നല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള പല സ്ഥലങ്ങളിലും നമ്മളത് കാണാറില്ല. എല്ലാവരും ഒരേപോലെ ക്യൂ നിൽക്കുന്നു, അങ്ങനെയുള്ള സംവിധാനങ്ങൾ. അപ്പോൾ കൊച്ചുകുട്ടികളെയും കൊണ്ട് വരുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ പ്രായമായവർക്ക്, ഗർഭിണികൾക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലൊരു സംവിധാനത്തിൽ കുറച്ചൊന്ന് ഈസി ആയിട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ
നമ്മൾ ഏതൊരു ഓഫീസിൽ കയറി ചെല്ലുമ്പോഴും നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകണം, ആരെ കാണണം എന്നുള്ളത് അറിയുണ്ടാവില്ല. അപ്പോൾ ചെല്ലുന്ന സമയത്തെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ, എന്താണ് പർപ്പസ് എന്ന് ചോദിച്ചിട്ട് അവരെ ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിടാൻ ഗൈഡ് ചെയ്യാൻ ആ ഫ്രണ്ടിൽ ഒരാളുണ്ടെങ്കിൽ എന്ത് ഈസി ആവുമെന്നറിയോ? അതിനൊരു നല്ല എക്സാമ്പിളാണ് നമ്മുടെ ഇപ്പോഴത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ. അവർ വളരെ നല്ല സർവീസാണ്. ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ പാസ്പോർട്ട് പുതുക്കാനോ റിന്യൂ ചെയ്യാനോ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന സർവീസ് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഓക്കെ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഇത്രയും നല്ല സിസ്റ്റം ഉണ്ടല്ലോ എന്ന് തോന്നും. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മുടെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വരികയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ലൈഫ് ഒരുപാട് സ്മൂത്ത് ആവുമെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം, ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. ഓഡിയൻസ്, അപ്പോൾ ഇവരുടെ ഈ ഒരു സ്കിറ്റിന് നമ്മൾ ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത്? അപ്പോൾ മെജോറിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ 3 സ്റ്റാർസ് ആണ് ഇവരുടെ ഈ ഒരു പെർഫോമൻസിന് നമ്മുടെ ഓഡിയൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 സ്റ്റാർസിനൊപ്പം ഇവർക്ക് 2500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നെൽസൺ ചേട്ടനെയും വിനു ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ടീം ഞങ്ങൾ വർഷങ്ങളായിട്ട് നെൽസൺ ഭായിയുടെ കൂടെ ഞങ്ങളുടെ കൂടെ എല്ലാവരുടെയും കൂടെ കേരളത്തിൽ മിമിക്രി ട്രൂപ്പുകളിൽ സജീവമായിട്ടുള്ള കലാകാരന്മാരാണ് ഇതെല്ലാവരും. അജയൻ ഭായി തകഴിക്കാരനായതുകൊണ്ട് തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് തകഴി ശിവശങ്കരപ്പിള്ളയുടെ ശബ്ദം ഇതിക്കുമ്പോൾ വേറെ ആരും എടുത്തിട്ടില്ല, ഇനി എടുക്കൂല എന്ന് നമുക്ക് കരുതാം. എക്സ്ക്ലൂസീവ് ആണ്. അതെ, നന്നായിട്ട് ആ തകഴി സാറിന്റെ ശബ്ദം അനുകരിക്കണം. മലയാളത്തിൻ്റെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ആ നാടുമായിട്ടൊരു ബന്ധം നമുക്ക് ആവശ്യമാണ്. കാരണം എൻ്റെ ചെമ്മീൻ എന്ന നോവലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള ശക്തി വളരെ കുറവായതുകൊണ്ട് കാത്തേ. സത്യം പറഞ്ഞാൽ തകഴി സാറിൻ്റെ ശബ്ദം അനുകരിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, തകഴി സാറിൻ്റെ ശബ്ദം എങ്ങനെ ഇരിക്കണേ. പെട്ടെന്ന് ബാക്കിയുള്ളവരൊക്കെ നമ്മളിങ്ങനെ അനുകരിച്ച് കേട്ടു അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻ കേട്ട് നമുക്ക് നല്ല ഓർമ്മയായിരിക്കും. പക്ഷെ ഇതെങ്ങനെയായിരിക്കും ഈ ശബ്ദം? ഞാനിങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ ശബ്ദം, ആ പ്രായാധിക്യം അതിങ്ങനെ നന്നായിട്ട് എഫക്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ശബ്ദം നന്നായിട്ടുണ്ടായിരുന്നു, ഗംഭീരമായിട്ട്. ജാനകിയമ്മയുടെ ശബ്ദം, ആ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പാട്ട് പാടുമോ? നന്നായി പാടും. ഓക്കെ, അർജുൻ ചേട്ടാ, അപ്പോൾ ഒരു പാട്ടും കൂടെ. മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ശരി, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ല മികച്ച പ്രകടനങ്ങളുമായി ഇനിയും ഈ വേദിയിലേക്ക് വരിക. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ കോമഡി മസാലയിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു പ്രജീഷ് കോട്ടിക്കൽ. പ്രജീഷേ, പറയൂ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇവിടെ വരാൻ പറ്റിയത് തന്നെ ദൈവത്തോട് നന്ദി പറയാണ്. ഇത്രയും വലിയ കലാകാരന്മാരുടെ വേദിയിൽ നിൽക്കാൻ സാധിച്ചത് തന്നെ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ പ്രജീഷിന്റെ പെർഫോമൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് പ്രജീഷിനോട് നന്ദി പറയും. ഓക്കെ, പെർഫോമൻസ് കണ്ടിട്ടായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത്? ഞാൻ കുറച്ച് നടന്മാരുടെ ശബ്ദം. ആദ്യം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്ക സംഭാവന ചെയ്ത മലയാളത്തിന്റെ യൂത്ത് ഐക്കൺ ദുൽഖർ സൽമാന്റെ കമ്മട്ടിപ്പാടം. അങ്ങനെ ഞാനിപ്പോൾ മമ്മൂക്കയുടെ ശബ്ദം എന്ന് വിചാരിച്ചു. മമ്മൂക്ക സംഭാവന ചെയ്ത മമ്മൂക്ക ആരെയാ സംഭാവന ചെയ്തേ? ദുൽഖർ സൽമാൻ. ഓക്കെ, നമുക്ക് ദുൽഖർ നമ്മുടെ യുവാക്കളുടെ ഹാരമായ DQന്റെ ശബ്ദം ഒന്ന് കേട്ട് നോക്കാം. അദ്ദേഹത്തിന്റെ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ്. അതേടാ, ഞങ്ങൾ തെരുവട്ടികൾ കുടമാണില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റ കേട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്തിന്റെ ചതിപ്പില. അത് കെട്ടിപ്പൊക്കിയിരിക്കുന്ന സിമെന്റും കല്ലിക്കൊണ്ടൊന്നുമല്ല, കറുത്ത കട്ട പിടിച്ച ചോര ഉണ്ടാ, ഞങ്ങളുടെയൊക്കെ ചോര. അതുപോലെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ചിത്രമായ ABCD എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. Again, DQ. പറ്റണി
അത് പഠിപ്പിക്കരുത് സാർ. ബെഡ് കോഫി അത് ഞങ്ങൾ കുടിക്കാറില്ല. ₹3 പുല്ലേപ്പടി ലില്ലി ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ₹8 ബിക്കോസ് ചാടി നടന്നാൽ 30 മിനിറ്റ് കൊണ്ട് കോളേജിലെത്താം. ബിസ്ക്കറ്റ് നിൽക്കേണ്ട തിക്കേണ്ട തിരക്കേണ്ട ടിക്കറ്റ് എടുക്കണ്ട. നടപ്പ് നല്ലതാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. അടുത്തത് നമ്മുടെ ഡാഡി ഗിരിജ എന്ന കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബീന ആന്റണി ചേച്ചിയുടെ ഭർത്താവ് മനോജ് ചേട്ടനാണ്. ആ ശബ്ദം ഒന്ന് ചെയ്യാൻ ശ്രമിക്കും. ബലരാമൻ മുരുകന്റെ ശക്തി സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോ ബലരാമ. നിന്നെ ഞാനെങ്കിൽ എടുക്കാം. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അവനുള്ള ക്ഷണക്കത്താ നീ ദൂതൻ ദൈവനും. അടിപൊളിയായിരുന്നു. അത് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ഒരു ഡയലോഗ് ചെയ്യാൻ ശ്രമിക്കും. അദ്ദേഹത്തിന്റെ ചാന്തുപൂട്ട് എന്ന സിനിമയിലെ കൊമ്പൻ കുമാരനാണ്. തനിക്കെന്നെ മനസ്സിലായ? എങ്ങനെ മനസ്സിലാവാനാണ്? തൻ്റെ പരാക്രമത്തിൽ ചത്തൊരു തന്തയുടെ മോനെ ഞാൻ. അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങൾ പട്ടിണിയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി. പട്ടിണി മൂത്തപ്പോൾ അമ്മയൊരു വരുത്തൻ്റെ കൂടെ പുറത്തേക്ക് പോയി. എന്നിട്ടും കുമാരനെ തുറവിട്ട് പോയില്ല. വള്ളത്തിന്ന് മീമാരിയും തമ്മിത്തലിയും കുമാരനങ്ങ് വളർന്ന്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് പ്രസന്റേഷൻ ആയിരുന്നു ആ ഒരു സിനിമയ്ക്ക്. അപ്പൊ അത് ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വെറൈറ്റി ഫീൽ ചെയ്തു. നമ്മുടെ ഷമ്മി തിലകൻ ചേട്ടന്റെ ശബ്ദം, അദ്ദേഹം നെപ്പോളിയൻ ശബ്ദം കൊടുത്ത ദേവാസുരം എന്ന ചിത്രത്തിലെ. നീലകണ്ഠ, ഒരു കാറ് കത്തിയാൽ എനിക്ക് പുല്ല. പകരം നിന്റെ തറവാട് കത്തിക്കാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്നാ. ആദ്യം എൻ്റെ അമ്മാവൻ, പിന്നെ നീലകണ്ഠൻ. ഇനി ഏഴിരങ്കരയിൽ ആർക്കെങ്കിലും പാവരിക്കുന്നുണ്ടേ അത് ഈ ശേഖരനായിരിക്കണം. ചില ആർട്ടിസ്റ്റുകള്, ചില ഡബിങ് ആർട്ടിസ്റ്റുകൾ ചില കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രത്തിന്റെ ശബ്ദം അല്ലാതെ നമുക്ക് ഒരിക്കലും തോന്നുകയില്ല. അത്രയ്ക്ക് ബ്ലെൻഡ് ചെയ്യുന്ന ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ നമുക്കെല്ലാം പ്രിയപ്പെട്ട മജീഷ്യൻ മുതുകാട്. അദ്ദേഹം ഒരുപാട് ഇൻസ്പിറേഷൻ ടോക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ അടുത്തിടെ ഞാനൊരു കണ്ടൊരു ക്ലിപ്പിന്റെ കുറച്ച് രംഗം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലപ്പുറം അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന മഹാനായ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ സ്വപ്നം ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നുള്ളതായിരുന്നു. ഒരു രാജ്യം, അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യം, അങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറി അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കാണണമെങ്കിൽ കൊട്ടാരത്തിലേക്ക് 24 മണിക്കൂർ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് വരണമായിരുന്നു. അമ്മ കുറിപ്പ് കൊടുത്തയക്കുമായിരുന്നു, എൻ്റെ മകനെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുള്ളത്. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം വളരെ ജനപ്രിയനായിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ നമ്മൾ മാജിക്കിൽ അദ്ദേഹത്തിനെ അറിഞ്ഞിരുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഇപ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടം ഒരു മോട്ടിവേഷൻ സ്പീക്കർ, അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ പറഞ്ഞു തരുന്ന ആ പ്രസന്റേഷൻ രീതിയൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ സ്റ്റേജിലാണ് ഞാൻ കേൾക്കുന്നത്, ആദ്യമായിട്ടാണ്. നന്നായി ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കരുണാകരൻ സാറിന്റെ മകള് പത്മജ വേണുഗോപാൽ ശബ്ദം ഞാൻ ശ്രമിക്കും. ഒരു തികഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ മകളെന്ന നിലയിൽ സുദീർഘ നടപടികളെ ഞാൻ വളരെയധികം ശരിവെക്കുന്ന ഒരാളാണ്. അച്ഛനൊരു ഗാന്ധിയനായ കൊണ്ട് ചെറുപ്പം തൊട്ട് ഇതൊക്കെ നോക്കിക്കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഓരോ പ്രശ്നമൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാജു ചേട്ടന്റെ ശബ്ദം, സാജു നവോദയ, പാഷാണ ഷാജി. ഈ 90 വയസ്സുള്ള എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവരെ കൂടെ കൊണ്ടുപോകണം. അന്ന് പുള്ളി വീരാനായിട്ട് ടൂർ പോകണം. രായപ്പാ സൂമറിന്റെ മുകളിലെ അവിടെ പ്രാന്താണ് വെന്റല് നല്ല ദൂരം പോയപ്പോഴേ പടലുകൊണ്ട് കാട്ടായം തക്ക പറയുമ്പോഴേ എനിക്കൊരു സുഖം, ഒരു മനസ്സുഖം. കൊള്ളാല്ലേ? ഓക്കെ, അപ്പൊ പ്രജീഷ ചെയ്തതെല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ ഒന്നും അയ്യോ അത്ര എത്തിയില്ല എന്ന് പറയുന്ന ഒന്നുമില്ലായിരുന്നു. എല്ലാം സൂപ്പർ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഡയലോഗ്, അത് വാത്സല്യം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു ഡയലോഗാണ്. അത് ഉമ്മൻചാണ്ടി സാർ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഒന്ന് മോർഫ് ചെയ്തു. ഇപ്പൊ ഓർത്തത് പെട്ടെന്ന് മറക്കുന്നതിന് മുമ്പ് പറഞ്ഞു. അത് മേലേടത്ത് ചാണ്ടി നായര് നെറുകേട് കാണിക്കുക. ഈ പാർട്ടിയും പാർട്ടിക്കാരും രാജിവെച്ച് പുറത്തു പോകേണ്ട അവസ്ഥ വന്നപ്പോൾ ഒരു പെട്ടി നിറയെ പൈസയുമായിട്ട് ഒരാൾ വന്നു. എൻ്റെ സ്വന്തം മാണിമാമ. അന്ന് മാണിമാമ ദൈവമാണെന്ന് ഇവന്മാരെല്ലാം പറഞ്ഞു. പിന്നെ മറ്റേ ആ ഹരിതയുടെ ആ കേസ് അതാ ഞാൻ പറഞ്ഞല്ലോ, അത് എന്നാ തെളിവില്ല. സലീം കുമാറിന്റെ ശബ്ദം അനുകരിക്കും എന്നൊരു ശ്രുതി കേട്ടു ഇവിടെ, ശരിയാണോ? അദ്ദേഹത്തിന്റെ കട്ടപ്പന കൃതിക് റോഷൻ എന്ന ചിത്രത്തിൽ
കട്ടപ്പന ചന്ത പിടിയാൻ നേരത്ത് 10 രൂപയ്ക്ക് വയറ് പൊട്ടിയ ചാളയെ മേടിച്ച് പോകുന്ന വഴിക്ക് അതിലൊരെടുത്തോടിയ പൂച്ച 5 കിലോമീറ്റർ ഓടിച്ചിട്ട് പിടിച്ച് മരത്തി അടിച്ച് വയറ്റിക്കിളി കാണിച്ച് അത് കക്കിച്ച് അതെടുത്തിട്ട് പോയി കുടമ്പിട്ട് വെച്ചാണ് നിന്റെ മരം കൊത്തി പുറമേ അവൻ അഥവാ എന്റെ നാരി അളിയൻ. ഏറെ കാലത്തിന് ശേഷം സലീമേട്ടന്റെ ഒരു ശക്തമായ തിരിച്ചുവരവായിരുന്നു കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറയുന്ന മൂവി. നന്നായിട്ട് ചെയ്തു പ്രജീഷ്. അപ്പോൾ പ്രജീഷ് ഇവിടെ വന്ന് എല്ലാം നല്ല പെർഫോമൻസുകൾ തന്നെ കാഴ്ചവെച്ച് നല്ല കയ്യടി മേടിച്ചാണ് ഈ വേദിയിൽ നിന്ന് പോകുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും പുതുമയുള്ള സബ്ജക്റ്റും പുതുമയുള്ള ശബ്ദങ്ങളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ഓൾ ദി താങ്ക് യു. ബെസ്റ്റ്. ആ ഇനി എല്ലാവരും വെക്കോ, നാളെ കാണാം. വണ്ടി എവിടെയെങ്കിലും കൊണ്ടൊന്ന് പാർക്ക് ചെയ്തേരെ. വെക്കോ. കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞാവായിട്ടുള്ള ചെറുക്കനെ മുമ്പിൽ നിൽക്കുന്നതല്ലേ? ഇതാരത്? എന്താ ഇവിടെ? ആ ഞാൻ പറയാം, സിനിമാറ്റിക് ഡാൻസർ ആണല്ലേ? അല്ലേ? സിനിമാറ്റിക് ഡാൻസ് അല്ല, നീന്തൽ പഠിപ്പിക്കാൻ വന്ന. നീന്തലല്ല, മിമിക്രിയാ. സത്യം മാഷ്. ആ ഫിഗർ ചെയ്യാൻ ആ വന്നായിരുന്നു. അതെ അതെ അതെ. Shut up. ഞാൻ എച്ചെടുക്കാൻ വന്നാണ്. ആ എച്ചിലെടുക്കാൻ വന്നാണ്. ആ അടുക്കള പുറത്തേ ഒരുപാട് എല്ലും കഷ്ണം. പോത്തിന്റെ തൊലി എടുക്കുവോ? പോത്തിന്റെ തൊലി എടുക്കുവോ? താനെന്താണ് ഈ പറയുന്നത്? അല്ല എച്ചിലെടുക്കാൻ വന്നാന്ന് പറഞ്ഞേ. എച്ചിലോ? ആ ഞാൻ എച്ചിലെടുക്കാൻ വന്നല്ല, എച്ചെടുക്കാൻ വന്നാണ്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷാണ്. ആ അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാനേ പറയാൻ മറന്നു പോയതാ. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്ന മാഷാണ്. സോറി സർ. സോണി സാർ അല്ല, സോമൻ സാർ. സോമൻ സർ. ഞാൻ ഓർത്തില്ലായിരുന്നു, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നാണല്ലേ? തോർത്തില്ല, ടർക്കി മേടിക്കും. തോർത്തില്ലെന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് തോർത്തില്ലെന്ന്. അല്ല അത് കുട്ടിക്കൊരു ഓർത്തില്ലെന്ന് പറഞ്ഞാണ്. ആ എന്തായാലും അല്ല സാറ് നേരത്തെ വരുമെന്ന് പറഞ്ഞല്ലേ, എന്താ ഇത്ര ലേറ്റ് ആയേ? ഞാൻ വരാൻ താമസിച്ചത് ഒരു കാര്യം ഉണ്ടായി. ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു കാറിലേ. ഞാൻ ഇങ്ങോട്ട് കാറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഒരു വാഹനം എന്നെ ഓവർടേക്ക് ചെയ്ത് ഒരു ശരം വിട്ട പോലെ ഒരൊറ്റപ്പോക്ക്. ഞാൻ വിടുവോ? ഞാൻ പുറകെ വെച്ച് പിടിച്ചു. എന്നിട്ട് അവന് നേരെ വന്നിട്ട് ചോദിച്ചു, നീ ആരെ കൊല്ലാൻ പോവാടാന്ന് ചോദിച്ചപ്പോ അവൻ എന്നോട് ഇതൊക്കെ ചോദിക്കാം, നീ ആരാടാന്ന്. തർക്കുത്തരമല്ലേ? ഞാൻ വിടുവോ? വെച്ച് വിട്ടു. അവന്റെ മുമ്പിൽ കയറി വിട്ടു. അവൻ എന്റെ മുന്നിൽ വീണ്ടും കയറി. അപ്പൊ ഞാൻ വാശിയായി. ഭയങ്കര റേസിംഗ് ചെയ്ത് ഞാൻ അവന്റെ മുമ്പിലേക്ക് വണ്ടി വളച്ചങ്ങ് നിർത്തി. നിർത്തിയിട്ട് ഇറങ്ങി പാടാന്ന് ഇങ്ങോട്ട് പറയുമ്പോ പുറകിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പാടാന്ന്. പോലീസ് എന്നെ പൊക്കി. പോലീസ് ഒക്കെ എന്തിനാന്നോ? കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു രോഗിക്ക് കൊണ്ടുപോയ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ കിടന്നാണ് ഞാൻ ഈ സർക്കസ് കാണിച്ചത്. അപ്പൊ പിന്നെ പോലീസ് പിടിക്കത്തില്ലേ? അതിനായിരുന്നു എന്നെ പോലീസ് പിടിച്ചത്. അങ്ങനെയാണ് ഞാൻ വരാൻ താമസിച്ചത്. അല്ല സാറേ, ഈ ഡ്രൈവിംഗ് പഠിക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നല്ല പാടാണ്. പക്ഷെ അതിനേക്കാൾ പാടാണ് ഈ ലൈസൻസ് എടുക്കുന്നത്. ഭയങ്കര പാടാ. ഞാൻ എത്ര തവണ ട്രൈ ചെയ്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. ലൈസൻസ് എടുക്കാതെയാണ് ഇത് പഠിപ്പിക്കാൻ വന്നേ. ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് എടുക്കണ്ടേ? ലേണേഴ്സ് പാസ്സാകണം. അപ്പൊ അതും ഇല്ലേ? അപ്പൊ ലേണേഴ്സ് എഴുതിയിട്ടില്ലേ? ലേണേഴ്സ് പരീക്ഷ എഴുതി. പരീക്ഷ എഴുതിയപ്പോഴും പൊക്കി. എങ്ങനെ? തുണ്ട് വെച്ച് കോപ്പി അടിച്ചു. അത് കയ്യോടെ പിടിച്ചു. 5 വർഷത്തേക്ക് ഡിവാർ ചെയ്തു. പിന്നെ അങ്ങനെ ലൈസൻസ് കിട്ടും. അതെ അശ്വതി, വേറെ സംഭവം അറിയാമോ സാറേ? ഇത് ഇപ്പൊ ഭയങ്കര നിയമം കർശനമാക്കിയേക്കാണ്. ലൈസൻസ് ഒന്നും ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. അതെനിക്കറിയാം. അത് ഈ കഴിഞ്ഞ പൂജ ദിവസം എനിക്കത് മനസ്സിലായി. ഈ പൂജ ദിവസം, പൂജ വെപ്പിന്റെ അന്ന് ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചിങ്ങനെ വരികയായിരുന്നു. ജംഗ്ഷനിൽ വെച്ച് എന്നെ വെഹിക്കിൾ പൊക്കി. ഹെൽമെറ്റ് ഇല്ലാതെയാണോ മാഷെ വണ്ടി ഓടിക്കുന്നെന്നും പറഞ്ഞ് എനിക്ക് ചെറിയൊരു ശിക്ഷ തന്നു. എന്നെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കില്ല എന്ന് അരിയിൽ എന്നെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചു. അതൊരു അടിപൊളി നടപടിയായി പോയി. അല്ലെങ്കിലും അതിന്റെ കാര്യമൊന്നുമില്ല. അന്ന് ഈ പൂജ ദിവസേ പിള്ളേരെ കൊണ്ട് ഒരു പ്ലേറ്റിൽ ഒരു ഇച്ചിരി അരി ഇട്ടിട്ട് എഴുതിപ്പിക്കാന്ന് പറയുന്ന ഒരു രീതിയാണല്ലോ. അതുകൊണ്ടായിരിക്കും അന്ന് പണിഷ്മെന്റും അങ്ങനെ തന്നെ തന്നത്. അത് പ്ലേറ്റിൽ. ഇത് 2 ചാക്ക് അരിയിൽ, അതും നാറിയ റേഷനറിയിലാണ് 2 ദിവസം കൊണ്ട് എന്നെ ഇരുത്തി എഴുതിച്ചത്. 2 ദിവസം എന്നെ ഇരുത്തി ഓരോ അരിമണിയിലും എഴുതിച്ചു 2 ചാക്ക് അരിയിൽ എന്നെ എഴുതിച്ചു. എന്റെ വിരലെല്ലാം തേഞ്ഞു. അത് മാത്രമാണോ, സ്കൂളിന്റെ പടി പോലും കാണാത്ത എന്നെ 3 ദിവസം ഒരു മുറിയിൽ അടച്ചിട്ട് എന്നെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അത് ചിലപ്പേ ബോധമില്ലാതെ വണ്ടി ഓടിച്ചു കാണും. ഞാൻ കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി? അത് ശരി.
അപ്പൊ കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്? കള്ളു കുടിച്ച് ബോധമില്ലാതെ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചാന്ന് ഈ പുള്ളിക്ക് എങ്ങനെ മനസ്സിലായത്? എന്റെ മാഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചോദിച്ചട്ടെ. ഒന്നാമത് ഈ ഓവർ സ്പീഡിൽ പോകുന്നത്, മദ്യപിക്കുന്നത് തെറ്റാണ്. വണ്ടി ഓടിക്കും മദ്യപിച്ചിട്ട്. അതിലൂടെ ഓവർ സ്പീഡ് ഓടായി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകത്തില്ലേ? അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ സ്പീഡിൽ പോയത്. അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ഓവർ സ്പീഡിൽ വീട്ടിൽ വിട്ടുപോയത്. ബെസ്റ്റ് പാർട്ടി തന്നെ. സ്ലോയിലെങ്ങാനും പോയാലോ എവിടെ വെച്ചാൽ അപകടം ഉണ്ടാകുന്ന അറിയില്ലല്ലോ. അപ്പൊ സ്പീഡിൽ പോയാൽ പെട്ടെന്ന് വീട്ടിൽ ചെല്ലാം അപകടത്തിന് മുമ്പ്. അതിനാണ് അങ്ങനെ ഓടിച്ചത്. ലൈസൻസ് പിന്നെ അശ്വതി, അശ്വതി 4 വീൽ ലൈസൻസ് ആണോ വേണ്ടത്, 2 വീലർ പഠിക്കാനോ? എനിക്ക് രണ്ടും വേണം. രണ്ടും വേണം. അങ്ങനാണെങ്കിൽ 8 എടുക്കേണ്ടി വരും. ഓ 8 എടുക്കാൻ ഭയങ്കര പാടാ. 8 എടുക്കാൻ ഭയങ്കര പാടാ. എച്ചിനേക്കാളും പാടാ 8 എടുക്കാനാ. അങ്ങനെ ഒരു സാധനം പഠിക്കുന്നതിന് മുമ്പ് എല്ലാം പാടായിരിക്കും. ആണോ? ഇയാളത് അതിന് മുമ്പ് അത് കയറി അങ്ങ് നിർണ്ണയിക്കണ്ട. അത് പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 8 എടുക്കാൻ പാടാണെന്ന് ഇയാളങ്ങ് പറഞ്ഞാൽ മതിയോ? പാപ്പിച്ചാൻ വന്നേക്കുന്നു ഒരു പാപ്പിച്ചായ. അങ്ങനെയാണെങ്കിൽ തനിക്ക് പാടാണെങ്കിൽ താൻ 8 2ആയിട്ട് ഇട്, 4 4 വെച്ചിട് തനിക്ക്. ഞാൻ ആ കുട്ടിയെ 8 ഒന്നിച്ചെടുപ്പിച്ചോളാം കേട്ടോ. ഞാൻ പഠിപ്പിച്ചോളാം, എന്നെ ഇവിടെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അതെ, ഒരു സൈക്കിൾ ബാലൻസെങ്കിലും ഉള്ള ആളാണോ? സൈക്കിൾ ബാലൻസെങ്കിലും ഇല്ല. ഇല്ല. ബാങ്ക് ബാലൻസ് അതുണ്ട്. ഓ സമാധാനമായി. എന്തിന് ബാങ്ക് ബാലൻസ് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കണേ? ഒരു 56 വെറ്റി വന്ന് കിടപ്പുണ്ട്, ഇയാൾ വന്ന് അടയ്ക്കൂ. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെയാ. അല്ല സാറേ, എന്നെ ഏത് വണ്ടിയിലാ പഠിപ്പിക്കാൻ പോകുന്നത്? ഞാനോ? സാറ് തന്നെ. അല്ല സാറല്ലേ ഇപ്പൊ പഠിപ്പിക്കാൻ വന്ന ഇവിടെ? അതാ ഞാനോ? എന്നെ ഏത് വണ്ടിയിലാ സാറ് പഠിപ്പിക്കുന്നതെന്ന്? സാർ എന്ത് വർത്താനേ പറയണേ? സാറാ കുട്ടീനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നല്ലേ? ഞാനോ? സംശയമാണോ? നിങ്ങൾ തന്നെയാണോ പഠിപ്പിക്കുന്നത്? നിങ്ങളല്ലേ ആദ്യം വന്ന് പറഞ്ഞത് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതെന്ന്. പിന്നെ ഞാനോ ചോദിച്ചോണ്ടിരുന്നു. ഞാൻ തന്നെ. ഏത് വണ്ടിയിലാണെന്ന് ചോദിച്ചത്? ഞാനോ? നിങ്ങളാ പഠിപ്പിക്കേണ്ടതെന്ന്. അത് ഏത് വണ്ടിയാണെന്നാ ചോദിക്കുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞു. ഞാനോ? പിന്നെ ഞങ്ങളാണോ പഠിപ്പിക്കുന്നത്? പിന്നെ ഞങ്ങളാണോ പഠിപ്പിക്കുന്നത്? നിങ്ങളല്ല, ഞാനാണ് പഠിപ്പിക്കേണ്ടത്. അതാണ് ഏത് ഏത് വണ്ടിയാന്ന് പറയൂ. ഞാനോ? പിന്നെ സംശയം നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്. അത് ഏത് വണ്ടിയാണെന്നല്ല ചോദിക്കുന്നത്. എന്റെ പൊന്ന സഹോദരങ്ങളെ, ഒരു മൂട്ടയുടെ ഷേപ്പിലുള്ള ഒരു വണ്ടി ഇപ്പൊ ഇറങ്ങിയിട്ടില്ലേ? ഞാനോ? ഞാനോ? എന്റെ സാറേ, അത് ഞാനോ അല്ല, നാനോ. നാനോ അതൊരു മാസികയല്ലേ? അതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. നാനോയിലാണ് പഠിപ്പിക്കുന്നത്. അതെ 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 അതെ, ആ കാറിലാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് ക്ലാസ് തുടങ്ങാം. അയ്യോ, ഇന്ന് പറ്റത്തില്ല. അതെന്ത് പറ്റത്തില്ല? അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ? അല്ല, ഒരു ചെറിയ വിഷയമുണ്ട്. ഇന്ന് എനിക്കൊരു പ്രതിഷേധ പ്രകടനമുണ്ട്. എവിടെ? പ്രതിഷേധ പ്രകടനം. കഴിഞ്ഞ മാസം ഞാൻ കിഴക്കോക്കോട്ടെ നിന്ന് തമ്പാനൂര് വരെ കണ്ണുകെട്ടി കാർ ഓടിച്ചിരുന്നു. നിങ്ങൾ അറിഞ്ഞില്ലേ? കണ്ണുകെട്ടി കാർ ഓടിച്ചു. അടിപൊളി. പത്രത്തിൽ ചാനലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാരും പറഞ്ഞ വിഷയമാണ്. കണ്ണുകെട്ടി കാർ ഓടിച്ച എല്ലാം നിങ്ങളാരും ഇതറിഞ്ഞില്ല? വലിയ സിനിമാ നടന്മാര് പത്രമൊന്നും വായിക്കില്ല. അതാണ് ഈ സംസാരിച്ചപ്പോ മിസ്റ്റേക്ക് വന്നത്. ഞാനിങ്ങനെ കിഴക്കോട്ടെ തമ്പാനു വരെ കാർ ഓടിച്ചു. അത് കണ്ണുകെട്ടി കാർ ഇങ്ങനെ ഓടിച്ച് ഏകദേശം ഒരു 21, 23, 25 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു. അത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് സംഘാടകർ പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു. അത്രയും കിലോമീറ്റർ ഓടിച്ചില്ലേ? 25 കിലോമീറ്റർ ഓടിച്ചു. സംഭവം അത് കണ്ണുകെട്ടി ഓടിച്ചു. അതെ, കണ്ണുകെട്ടി. നിങ്ങൾ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? അല്ല, നിങ്ങൾ കണ്ണുകെട്ടി 25 കിലോമീറ്റർ കണ്ണുകെട്ടി കാർ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏകദേശം ഒരു കിലോമീറ്റർ കണ്ണ് കെട്ടി ഓടിച്ചു കാണും. അപ്പോഴത്തേന് സംഘാടകർ പറയുന്നു 25 പേരെ നിങ്ങൾ ഇടിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് നിർത്തിക്കോട്ടെ. പോലീസ് അവിടെ നിൽപ്പുണ്ട്. അന്ന് എന്റെ കാറും എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ടത്. അപ്പൊ ആ കാറ് കിട്ടുവാണെങ്കിൽ ഞാൻ നാളെ തന്നെ നമുക്ക് തുടങ്ങാം. പിന്നെ ഇതിന്റെ പ്രതിഷേധ പ്രകടനമായിട്ട് ഇന്ന് കിഴക്കോട്ടെ നിന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ വരെ ഞാൻ കണ്ണുകെട്ടി ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഇല്ലില്ല, ഇതെന്റെ പ്രതിഷേധമാണ്. അപ്പൊ എന്നെ ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണ്ടേ? അപ്പൊ ശരി, അപ്പൊ കാറ് കിട്ടിയാൽ നാളെ തന്നെ തുടങ്ങാം. വലിയ ഉപകാരം. ശരി കേട്ടോ, നിങ്ങളുടെ പരിപാടിയൊക്കെ കാണാൻ ഇഷ്ടമാട്ടോ. അപ്പൊ ശരി, ഓക്കെ, സീ യു. എന്താ പറഞ്ഞു? വലിയ കോമഡി ആർട്ടിസ്റ്റ്, സിനിമ നടൻ ഒരാള് സിയു എന്ന് പറഞ്ഞപ്പോ പ്രതികരിച്ചു കേട്ടില്ലേ? ICU. എന്താണ് മിസ്റ്റർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, അത് ഞാൻ എനിക്ക് അറിയാൻ സംസാരിച്ചല്ല. അറിയാമോ? പിന്നെ അല്ലാതെ അല്ല, ഈ കണ്ണുകെട്ടി ബൈക്ക് ഓടിക്കാൻ പോവല്ലേ? ICUലോട്ട് വിട്ടതാ. മനസ്സിലായില്ലേ? കളിയാക്കിയതാണല്ലേ? ഇനി ICU വെച്ച് കാണാമെന്ന് കളിയാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ ബിനുമോൻ ഒന്ന് ഇവിടെ വരൂ. അയ്യോ, എന്നെ ഇനി കണ്ണ് കെട്ടി ബൈക്ക് ഓടിപ്പിക്കാൻ പോവാണോ? ഞാനേ
വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഗ്ലാസ് ഒന്ന് മാറി. അപ്പം ഞാൻ ഏത് വണ്ടിയല്ല എന്നെ ആ സീറ്റിലൊന്ന് കൊണ്ടിരുത്തിയേ. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതുമയേറിയ കാഴ്ചകളുമായി വീണ്ടും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം us.